ചങ്ങായിമാരെ, ഞാൻ നമ്മളെ നാട്ടിലെ നിയമത്തിന്റെ കാര്യം ആലോചിക്കുന്നുട്ടാ. ഓരോരാൾക്ക് ഓരോ നിയമം. നമ്മൾ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഒരു നിയമവും ബാധകമല്ല. എന്ത് വർഗീയതയും പച്ചക്ക് പറയാം. മൂപ്പറത് പണ്ടേ തുടങ്ങിയതാണ്, ഇന്നും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാനാ നിങ്ങളോ എന്തെങ്കിലും പറയും, സംഘികൾ ഇങ്ങനെ കേട്ട് നിൽക്കും. അതിന്റെ അകത്ത് എന്തെങ്കിലും പിടിക്കാനുണ്ടാവും. ഇവനെങ്ങനെ കേസ് കൊടുക്കാൻ? ഞാൻ അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിച്ചിട്ടാ സംസാരിക്കല്. നിങ്ങളിടുന്ന ഒരു കമന്റ് വരെ സംഖ്യകൾ ശ്രദ്ധിക്കും, ഇവൻ എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന്. അത്രമാത്രം സംഖ്യകൾ നമ്മളെല്ലാം ചെക്ക് ചെയ്യും. പക്ഷെ ഈ സംഘി നേതാക്കന്മാർക്ക് എന്ത് വർഗീയത, എന്ത് പച്ച വർഗീയതയും ആളുകളെ മുന്നിൽ വിത്ത് റെക്കോർഡ് വീഡിയോ സഹിതം റെക്കോർഡ് ചെയ്തിട്ട് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. നമ്മളെ നാട്ടിലെ കോടതി അതിനെതിരെ ഒന്നും മിണ്ടൂല. ഇന്നലെ തന്നെ നമ്മുടെ യോഗിജി UP നടത്തിയ ഒരു പ്രസംഗം നമുക്ക് കേട്ടു നോക്കാം. ഹിന്ദിയിലാണ്, ഞാനത് നിങ്ങൾക്ക് തർജ്ജിമ ചെയ്തു തരാം. സാധാരണ ഒരു പ്രസംഗത്തിൽ ആ നാട്ടിലെ വികസനങ്ങളെ കുറിച്ചല്ലേ പറയാ. ഈ ചങ്ങായി പറയുന്ന വികസനം എന്താ നിങ്ങൾ കേട്ടു നോക്കട്ടെ. കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ലേശം വിഷമാവും. വിഷമായാലും കുഴപ്പമില്ല, ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കെതിരെയൊക്കെ എപ്പോഴെങ്കിലും കേസെടുക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയും നടക്കുന്നുണ്ട്, ആദ്യം ഇവർക്കെതിരെയൊക്കെ കേസെടുക്കുക, എന്നിട്ട് നമുക്കെതിരെ കേസെടുക്കാൻ പാന്ന് പറഞ്ഞു കേട്ടാ. നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടു നോക്കാം. आप देख रहे होंगे उत्तर प्रदेश में सारा अतिक्रमण समाप्त हो गया। अब वहां दंगा का कोई सोचता ही नहीं है। अब तो बहनों और भाइयों, उत्तर प्रदेश में कोई सड़क पे नमाज भी नहीं पढ़ता। എന്താ കയ്യടി? നിങ്ങളെന്താ കേച്ച്? എന്തോ പുതിയ വികസനം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞെന്ന്. ഉണ്ട്, ഉത്തർപ്രദേശിലെ റോഡിലാരും ഇപ്പൊ നിസ്കരിക്കുന്നില്ല. അതാ ഇവന്റെ വികസനം. എന്റെ യോഗിജി, മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നില്ലെങ്കിലും നിങ്ങളെ സംഘികൾ ഓരോ ഹിന്ദു ആഘോഷത്തിന്റെ പേരിൽ റോഡെല്ലാം കുട്ടിച്ചോറാക്കുന്നുണ്ട്. കള്ളും കുടിച്ച് തുണിയും ഇല്ലാണ്ട് ഹിന്ദുക്കളുടെ ഓരോ പുണ്യമായ ആഘോഷങ്ങൾ സംഘപരിവാർ റോഡെല്ലാം തെണ്ടി നടന്ന് എത്രമാത്രം നാണക്കേട് ഉണ്ടാക്കുന്നറിയാം. നിങ്ങൾക്കത് കുഴപ്പമില്ലല്ല, നിങ്ങൾക്കതെല്ലാം സന്തോഷമുള്ളതാണല്ല. കാരണം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാണ്ട് UP ജനങ്ങൾ എത്രമാത്രം തകരുന്നു, അവരെത്രമാത്രം വർഗീയവാദികളാകുന്നു, അത്രയും സന്തോഷമില്ല നമ്മൾ യോഗിജിക്ക്. अब वहां मस्जिदों के भी माइक उतर गए। अगले 5 वर्ष में आप देखेंगे कि लोग भूल ही जाएंगे कि ये भी कोई चीज होती थी, कि चिल्लाहट होती थी, लोग परेशान होते थे, लोग भूल जाएंगे। അടുത്ത ആഘോഷം കണ്ടില്ല, കരഘോഷം. അടുത്ത വികസനത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. ഇപ്പൊ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് മൈക്കിലൂടെയുള്ളത് ഓഫാക്കി. ഇനി 5 വർഷം കഴിഞ്ഞാല് ബാങ്ക് എന്താണ്, നിസ്കാരം എന്താണെന്ന് വരെ ആർക്കും തിരിയാണ്ടായി. മനസ്സിലായിനാ? പള്ളി വരെ ആ നാട്ടിൽ ഉണ്ടാക്കൂലെന്നാ പറയുന്നു. അതിന്റെ കരഘോഷാണ് അവിടെ കേട്ടത്, ആ ചാണക സംഖ്യയുടെ കരഘോഷം. പുതിയ വികസനല്ലേ? ഇതുപോലൊരു മുഖ്യമന്ത്രി തുറന്ന വേദിയിൽ വന്ന് പറയണമെങ്കിൽ നമ്മളെ നിയമത്തിനെ എത്രമാത്രം ചങ്ങായിലും ബഹുമാനിക്കുന്നുണ്ടാവും. ഈ പച്ച വർഗീയത കേട്ട് കൈയടിക്കുന്ന ഒരു കൂട്ടം ചാണക സംഖ്യകൾ, ഇവരോടൊക്കെ എന്ത് വിവരത്തിന്റെയും എന്ത് വിദ്യാഭ്യാസത്തിന്റെയും കാര്യമാണ് അവിടെ പോയി പറഞ്ഞിട്ട് അവരെ മാറ്റേണ്ടത്? ഒരിക്കലും അവരൊന്നും മാറ്റാൻ കഴിയില്ല. पाकिस्तान में तो जो पाकिस्तान का राग अलापते हैं, इनसे बोलो कि जाओ पाकिस्तान में जाके भीख का कटोरा लेकर के भीख मांगो। हिंदुस्तान पे बोझा क्यों बने हुए हो? जाओ ना वहीं पे, जाओ वहां पे पाकिस्तान के पास जाकर के वहीं रहो। क्यों हिंदुस्तान पे बोझा बने हुए हो? हिंदुस्तान के इस बोझे को दूर करने की आवश्यकता है। ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിൽ പോടുന്നു, എന്നിട്ട് അവിടെ പിച്ചെടുത്ത് ജീവിച്ചു. ആരോടാ പറയുന്നറിയാം? ഇന്ത്യയിലെ മുസ്ലിങ്ങളോട്. ആരാ ഈ പറയുന്നത്? ഒരു ചാണക സംഘി. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യക്ക് വേണ്ടി എന്ത് രീതിയിലും ജീവൻ കൊടുത്തു വരെ പോരാടിയ മുസ്ലിങ്ങളോട് മിനിറ്റിന് മാപ്പെഴുതി കൊടുത്തവന്റെ പിൻതലമുറക്കാരനാ പറയുന്നത് രാജ്യം വിട്ടു പോകാൻ വേണ്ടിട്ട്. ഉളുപ്പുണ്ടോ നിങ്ങൾക്കെല്ലാം? അത് കേട്ട് കൈയടിക്കുന്ന ചാണക സംഖ്യകളെ, നിങ്ങൾക്ക് ഉളുപ്പുണ്ട? ഇന്നും രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദുവിന്റെ കൂടെ തോളോട് തോളെ നിൽക്കാൻ വേണ്ടിട്ട് ഈ മുസ്ലിങ്ങൾ ഉണ്ടാവും. ഈ ചാണക സംഖ്യകൾ ഇങ്ങളുണ്ടാവുക. നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ കയറ്റി വർഗീയവാദവും കപട രാജ്യസ്നേഹവും കാണിക്കല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ഉണ്ടേ അറിയാ സംഖ്യകളെ? എന്നിട്ടോണ് ഇന്ത്യൻ മുസ്ലിങ്ങളോട് പറയുന്നത് പാകിസ്ഥാനിൽ പോകാൻ വേണ്ടിട്ട്. ആത്മാഭിമാനത്തോടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള മുസ്ലിങ്ങളോട് പറയുന്നു ഒരു ചാണക സംഖ്യ. മാപ്പെഴുതി റെക്കോർഡ് ഇട്ടവന്റെ പിൻതലമുറക്കാരൻ. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. हम विरासत टैक्स लगाएंगे। अरे मेहनत आपके बाप दादा करेंगे, आपके ग्रैंडफादर ने, आपके फादर ने प्रॉपर्टी बनाई, अब ये इसका एक्सरे करवाएंगे, सर्वे करवा करके फिर इसमें से आधी प्रॉपर्टी पे कब्जा करेंगे, फिर उसको मुसलमानों को आवंटित करेंगे,
कोई रोहिंग्या आएगा, कोई बांग्लादेशी आएगा, कोई पाकिस्तानी आएगा, कोई अफगानिस्तानी आएगा, क्या आप इसको स्वीकार करेंगे क्या? बहनों और भाइयों, അടുത്ത വികസനം അല്ലാട്ടോ പറഞ്ഞേ. മുസ്ലിങ്ങൾക്ക് സ്ഥലം കിട്ടിക്കഴിഞ്ഞില്ലേ അതിന്റെ അകത്തേക്ക് റോഹിംഗ്യ മുസ്ലിം വരും, ബംഗ്ലാദേശ് വരും, അഫ്ഗാനിസ്ഥാൻ നല്ല ആൾക്കാർ കയറിയിട്ട് യു പിയിൽ അങ്ങ് നിറയുന്നു. അതായത് യു പിയിൽ മറ്റുള്ള രാജ്യക്കാരായ മുസ്ലിങ്ങളും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളായിട്ട് ഇങ്ങനെ തിങ്ങി നിറയും. അത് നിങ്ങൾക്ക് വേണോ യു പിയിലെ ചാണക സംഖ്യകളെന്നാ ചോദിക്കുന്നു. അതിനാ കയ്യടി. എന്താ ഈ ചങ്ങായി പറയുന്നു? ഇന്ത്യന്റെ ആഭ്യന്തര വകുപ്പിനല്ലേ ഇദ്ദേഹം കുറ്റം പറയുന്നു? അതായത് റോഹിംഗ്യ മുസ്ലിങ്ങൾക്കും ബംഗ്ലാദേശികൾക്കും അഫ്ഗാനിസ്ഥാനുള്ള ഏത് തോന്നിയ സമയത്തും ഇങ്ങനെ കയറി വരാൻ പറ്റും ഇന്ത്യ അങ്ങനെ തുറന്നു വെച്ചിട്ടുള്ളത്? പറ യോഗിജി, നിങ്ങൾ നമ്മളെ അമിത്ഷാനെ കുറ്റം പറയുന്നു? സത്യം പറ. ഇതാണ് നമ്മൾ ഇന്ത്യയിലെ അവസ്ഥ. കോടതി കേസ് എടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാനോ നിങ്ങളോ വായിന്ന് എന്തെങ്കിലും വീണ് പോയാൽ, ഇപ്പൊ ഈ വീഡിയോ തന്നെ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാത്ത് നിൽക്കുന്നുണ്ടാവും. എന്തിന് ഇന്നലെ പലസ്തീൻ അനുകൂലമായിട്ട് ഒരു പ്രകടനം നടത്താൻ വേണ്ടിട്ട് ബോംബെ ഹൈക്കോടതിയോട് ചോദിച്ചപ്പോ ബോംബെ ഹൈക്കോടതി പറഞ്ഞെന്നറിയാം, ആദ്യം നിങ്ങൾ ഇന്ത്യൻ രാജ്യസ്നേഹം പഠിക്കുന്നു, ഇന്ത്യക്കാരനാകെ രാജ്യസ്നേഹം പഠിക്കുന്നു. ഇപ്പൊ കോടതിയിൽ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ നടക്കുന്നു. അതായത് പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കാണിക്കുന്ന കൊള്ളരുതായ്മക്കെതിരെ ഒരു പ്രകടനത്തിന് ചോദിച്ചപ്പോ രാജ്യസ്നേഹം പോയി പഠിക്കുന്നു. ഇതാ അവസ്ഥ. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 1000-ഓളം ഹിന്ദുക്കൾ മരിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല ചാനലുകാർ. അതങ്ങനെ ഒരു കോടതി വിധി. അതിനെപ്പറ്റി ഒരു അക്ഷരം ഉണ്ടണ്ട. ഇതെല്ലാം അവസ്ഥ. ഇനി നിങ്ങൾ കാണേണ്ടത് യോഗിജിന്റെ വികസനങ്ങൾ കേട്ടല്ല. അതാണ് നമ്മൾ യോഗിജി യു പിയിൽ ഉണ്ടാക്കിയ വികസനം. അതായത് പച്ച വർഗീയത, വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. ഇനി നിങ്ങൾക്ക് ഞാൻ അവിടെ നടക്കുന്ന ശരിക്കുള്ള വികസനം എന്താന്ന് കാണിച്ചു തരാം. നിങ്ങൾ ചിരിക്കാൻ പാടില്ല കേട്ടോ. ഒരു ഹിന്ദുവായ അനക്ക് ആ വികസനം കണ്ടിട്ട് ഒരുപാട് സങ്കടമായിപ്പോയി. ദൈവത്തിന് പനിയുണ്ടോ നോക്കാൻ വേണ്ടി ഡോക്ടർ, അതിലും വലിയൊരു ഡോക്ടർ വന്നിട്ട് ജലദോഷമാവുന്നു, തണുപ്പ് പിടിച്ചോ നോക്കിയതാ, ഇല്ല കുഴപ്പമില്ലാന്ന്. പിന്നെ അടുത്ത് ഇതിലും വലിയ വികസനം. ഏതോ ഒരു വലിയ സാമി അതിലൂടെ പോകുന്നുണ്ട് കേട്ടോ. മോനെ ആ സാമി പോയ സാമിന്റെ കാൽപ്പാടിന് കെട്ടിപ്പിടിച്ച് കാൽപ്പാട് നിലത്തുമ്മ വെക്കുന്ന വികസന മോഹികളായ നമ്മളെ ഭക്തരെ കണ്ട. എന്ത് നല്ല വികസനം. ഹിന്ദുക്കളെ പറയിപ്പിക്കാന്ന് പറയാം. ഇതാണ് നമ്മൾ യോഗിജി യു പിയിൽ ഉണ്ടാക്കിയ വികസനം. വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇമാരി പൊട്ടത്തരം കാണിക്കുന്ന അറിയണം. ഇവരോട് നമ്മൾ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച്, ഇവരോട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വർഗീയതയെക്കുറിച്ച്, ഇവരോട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ച്, ഇവരോട് നമ്മുടെ നാട്ടിലെ വിലക്കയറ്റത്തെക്കുറിച്ച്, ഇവരോട് നമ്മുടെ രാജ്യത്തെ കർഷകരുടെ ആത്മഹത്യയെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഇവരോട് ഇപ്പോഴും ഇലക്ഷന്റെ തലേന്ന് ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടൂല, മുസ്ലിങ്ങളെ വിടൂല എന്നും പറഞ്ഞിട്ട് നേരെ പോയിട്ട് യോഗിജിക്ക് വോട്ട് ചെയ്യും. അത്രയേ കൊണ്ടു. ഭാര്യക്കും വേണ്ട, ഒരു പുണ്ണാക്കും വേണ്ട. ഇലക്ഷന്റെ തലേന്ന് എന്തെങ്കിലും വർഗീയത പറഞ്ഞാൽ നേരെ പോയിട്ട് എല്ലാ സംഖ്യക്ക് വോട്ട് ചെയ്യും. അത്രയും വികസനം നമ്മൾ യു പിയിൽ യോഗി നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചോട്ടെ, നമ്മളെ കേരളത്തിൽ അങ്ങനെ ഒരു പൊതുയോഗത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ പാർട്ടിക്കാരനെ കല്ലെടുത്തെറിയില്ലേ? ഇതാണ് നമ്മളെ സംഖ്യകൾ കാണുന്ന കേരളവും കേട്ടാ. ഇങ്ങനെ വർഗീയത പറയുമ്പോൾ കൈമുട്ടുന്ന കുറെ ചാണക സംഖ്യയിലുള്ള വികസനത്തെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോൾ അവിടെ പച്ച വർഗീയത അറിയും. അതായത് നമ്മൾ പള്ളി പൂട്ടിക്കും, പള്ളിന്റെ ഉള്ളിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തും, ഇങ്ങനെ പറഞ്ഞാൽ യു പിയിൽ നടക്കും. അതേ സംഭവം ഇനി കേരളത്തിലും കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട്. അതിന് നമ്മൾ ഏഷ്യാനിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർജിന്റെ നേതൃത്വത്തിൽ വൻ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മളെ കേരളത്തിലെ ഭരണവശമായ CPM, പ്രതിപക്ഷമായ കോൺഗ്രസും ഇതൊന്നും കാണുന്നില്ല. ഒന്നും അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാനുള്ള സമയം. സംഘപരിവാർ കേരളത്തിലും പിടിമുറുക്കാൻ പോകുന്നുള്ള ധാരണയൊന്നും ഈ രണ്ട് കക്ഷികൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീഡിയോ കാണുന്നവരിൽ CPM-കാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും. പക്ഷെ ഞാൻ നിങ്ങളോടും കൂടിയാ പറയുന്നത്, ഒന്ന് ആലോചിച്ചോക്കട്ടെ, ഈ നേതാക്കന്മാർ അതിന്റെ ഗൗരവം ഏറ്റെടുക്കുന്നുണ്ടാ? സംഘപരിവാർ നമ്മളെ കേരളത്തെയും പിടിമുറുക്കാൻ പോകുന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവർക്ക് അടുത്ത 5 വർഷത്തെ ഭരണം എങ്ങനെ പിടിക്കുന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷെ സംഘപരിവാറിന് അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെങ്ങോട്ടുള്ള കാലാകാലത്തോടുള്ള കേരള ഭരണം പിടിക്കാനുള്ള എല്ലാ പരിപാടിയായിട്ട് അവർ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ നമ്മളെ ഭരണവശവും പ്രതിപക്ഷവും അടുത്ത 5 വർഷം മാത്രം നോക്കിയത്. ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ അവസ്ഥ. എന്റെയോ നിങ്ങളുടെയോ വായിന്ന് അറിയാതെയെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് വീണാല് ആ വാക്ക് പിടിച്ച് കേസ് കൊടുക്കാൻ നടക്കുന്ന സംഘപരിവാർ, ആ സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിലാണ് ഒരു മുഖ്യമന്ത്രി, UP മുഖ്യമന്ത്രി ഇത്രമാത്രം വർഗീയത പറയുന്നു. എന്നിട്ട് അതിനെതിരെ കേസില്ല, നമ്മളെ കോടതികൾക്ക് മിണ്ടാട്ടമില്ല. തിരിച്ച് അതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവന്റെ വാക്കിന്റെ എവിടെയെങ്കിലും കേസെടുക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ അത് നോക്കി കേസെടുക്കാൻ നടക്കുന്ന നമ്മളെ നിയമവും. അപ്പൊ അന്വേഷിക്കപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.